അൽഹംദുലില്ലാ അങ്ങനെ ഇന്നും പതിവ് പോലെ എണീറ്റ് 19 കൊല്ലായിട്ട് കട്ടിലിന്റെ മുകളിൽ കിടക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. മുകളിലത്തെ കട്ടിലിന്റെ മുകളിലോ താഴത്തെ കട്ടിലിന്റെ മുകളിലോ എവിടെ വേണമെങ്കിലും കിടക്കാം, സമാധാനത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞാൽ. ഇവിടെയും കഷ്ടപ്പാട്, നാട്ടിൽ നിന്നാണെങ്കിലും സമാധാനവും തരുന്നില്ല. അതുപോലെ എത്ര ആൾക്കാർ ഇവിടെ കഴിയുന്നുണ്ടല്ലേ. അപ്പൊ നമ്മളൊക്കെ ഭാഗ്യവാന്മാരല്ലേ. അൽഹംദുലില്ലാ ഹൈറ് ഇവിടം വരെ എത്തിയില്ലേ. നമ്മൾ വിചാരിക്കും പോലെ ജീവിതം മുമ്പോട്ട് പോകാനാണെങ്കിൽ പിന്നെ പടച്ചോൻ എന്താ പണി. നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മളെ താഴെയുള്ള ആൾക്കാരെ പറ്റി ചിന്തിക്കുക. അപ്പൊ നമ്മളെ ജീവിതത്തിന് ഒരു സുഖവും സമാധാനവും ഒക്കെ. എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. 13 കൊല്ലം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ട് നാട്ടിലാകെ ഞാൻ കുടുംബത്തിന്റെ ഒപ്പം നിന്നത് 18 മാസം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു പച്ചക്കറി കടയിലാണ് കയറിയത്. അവിടെ കയറി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊറോണ തുടങ്ങി. അങ്ങനെ നാട്ടിൽ പോയി 8 മാസം നാട്ടിലങ്ങോട്ട് കുടുങ്ങി. പൈസ അല്ലാതെ പണ്ടാരടങ്ങി, വേണ്ടില്ലേന്നായി. ഇപ്പൊ ഞാൻ ഈ കൊള്ളുന്ന ചൂട് പഴയ കാര്യങ്ങൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടി കൊള്ളുന്ന എക്സ്പ്രഷൻ ഇല്ലാതെ കുംകട്ട് കഴിക്കാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? അവൻ്റെ മക്കളെ, ഇതിൻ്റെ ഒരു പുളിയുണ്ടല്ലോ. ഇതാണ് ചലഞ്ചിനൊക്കെ കൊടുക്കേണ്ട സാധനം, കുംകട്ട്. ആഫ്രിക്കയിൽ നിന്ന് വരുന്നത്. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വലിയ സന്തോഷത്തിലാണ് ഞാൻ പോകുന്നത്. കാരണം എന്താ പറയുക, നാളെ എനിക്ക് ലീവാണ്. മാസത്തിൽ 4 ലീവ് ഉണ്ട്. ഇപ്പോൾ 18 കൊല്ലം ലീവില്ലാതെ പണിയെടുത്ത ഞാൻ കറാമയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ഞാൻ പണിയെടുത്തത്. അവിടുന്നാണ് ഞാൻ ഈ ഒരു സ്ഥലത്തിലേക്ക് വന്നത് കേട്ടോ. ആദ്യകാലം അവിടുന്നാണ് പിന്നെ പുതിയൊരു കമ്പനിയിലേക്ക് മാറി കയറിയത്. എന്തായാലും അങ്ങനെ റൂമിലെത്തി ഭക്ഷണം കഴിക്കുകയാണ്. ഇനിയുള്ള സമയം സമാധാനത്തിൽ കിടന്നുറങ്ങാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നാളെ ലീവല്ലേ, സ്വസ്ഥം.